സെഷനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പ്ലസ് 2 അത്യാവശ്യം വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന JEE മെയിൻസ് 2024 ചോദിച്ച ഈ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റിലേക്ക് ആദ്യം ഒന്ന് പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻ ഇലക്ട്രോൺ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി അലോങ് ദ ആക്സിസ് ഇൻസൈഡ് എ കറന്റ് ക്യാരിങ് ലോങ് സോളിനോയിഡ്. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം ഇവിടെ മനസ്സിലാക്കുക, നമുക്ക് തന്നിരിക്കുന്നത് ഒരു കറന്റ് ക്യാരിങ് സോളിനോയിഡ് ആണ്. അപ്പൊ സോളിനോയിഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയുക. അത് കഴിഞ്ഞ് ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ഓപ്ഷൻസിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. നമുക്ക് ആദ്യം അതിലേക്കൊന്ന് പോകാം. അപ്പൊ ആദ്യം നിങ്ങൾ അറിയുക ഒരു ലോങ് സോളിനോയിഡ്. അപ്പൊ സോളിനോയിഡ് എന്ന് പറയുന്നത് ഒരു കറന്റ് ക്യാരിങ് ആയിട്ടുള്ള സോളിനോയിഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു കറന്റ് ക്യാരിങ് സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. B = μ0 Ni ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം, ഒരു സോളിനോയിഡിന് ഇൻസൈഡ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും യൂണിഫോം ആയിരിക്കും. അത് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്ന കാര്യമാണല്ലോ. ഒരു സോളിനോയിഡിന് ഇൻസൈഡ്, കാരണം എന്തായാലും അവർ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് നമ്മളോട് കറന്റ് ക്യാരിങ് ലോങ് സോളിനോഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കറന്റ് ക്യാരിങ് സോളിനോയിഡിന്റെ ഇൻസൈഡ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ത്രൂ ഔട്ട് യൂണിഫോം ആണെന്നുള്ള ലോജിക്ക് ഇവിടുന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? ഇനി അടുത്ത് നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റോട് അറിഞ്ഞിരിക്കുക. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അറിയാമല്ലോ. എന്താ മക്കളെ? നമുക്കറിയാം ഒരു Q ചാർജ് V വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുവാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു Q ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് QE എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അത് കാണാനുള്ള ഇക്വേഷൻ F = QE ആണ്. അതുപോലെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ F = QVB ആണ്. അല്ലെങ്കിൽ Q × വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ Q × V × B. വിയും ബിയോടുള്ള ക്രോസ് പ്രൊഡക്റ്റ് കണ്ടോ. B മാഗ്നറ്റിക് ഫീൽഡ് ആണ്, V വെലോസിറ്റിയിലാണ് പോകുന്നത്. V × B ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ നിങ്ങൾക്കറിയാം. V × B കണ്ടോ, ഫോഴ്സ് ഇൻടു ദ പ്ലെയിൻ ആണ്. രണ്ട് വെക്ടറുകളെ ക്രോസ് എടുക്കുമ്പോൾ അവർ രണ്ടുപേരും സെയിം പ്ലെയിനിലായിരിക്കണം. ഇവിടെ ഇൻടു ദ പ്ലെയിൻ ആയിട്ട് മാറി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓർത്ത് വെക്കുക, V × B, വിയും ബിയും തമ്മിലാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്. വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ V and B. ക്ലിയർ? പക്കയായിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ലോജിക്ക് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കറിയാം F = QVB sin θ ആണ്. അപ്പം ഇവിടെ F എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വിനെയും ബിനെയും ആംഗിളിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ലോജിക്ക് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡിറക്ഷൻ കാണാൻ നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏത് യൂസ് ചെയ്യാം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഇത് സെൻട്രൽ ഫിംഗറിന്റെ C കറണ്ട്, ഇത് ഫോർ ഫിംഗറിന്റെ F ഫീൽഡ്, ഇത് ഫോഴ്സ് ആണ്. ഒന്നെങ്കിൽ അങ്ങനെ ഓർക്കാം, അല്ലെങ്കിൽ ഫാദർ മദർ ചൈൽഡ് എന്നൊക്കെ ഓർത്ത് വെക്കാം. F ഫാദർ ഫീൽഡ്, ഫോഴ്സ്, മദറിന്റെ M മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡിന്റെ C കറണ്ട്. അങ്ങനെ ലോജിക്കലി ഓർത്തിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് ഒരു Q ചാർജ് മൂവ് ചെയ്യുന്നു. അതായത് വെലോസിറ്റി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ്. ആ ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ F = QVB sin θ ആണ്. sin 0 ആണ്. ഫോഴ്സ് 0 ആയിരിക്കും. ഫോഴ്സ് ഇല്ലെങ്കിൽ അത് ഓൾറെഡി വന്ന പാത്ത് കണ്ടിന്യൂ ചെയ്യും, സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ പോകും. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനും വെലോസിറ്റി അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുമാണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ സർക്കുലർ പാത്ത് മൂവ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാം. ചുമ്മാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. F = Q × V × B. അപ്പൊ ഇത് V ആണ്, B into the plane ആണ്. ഇത് V ആണ്, V up ആണ്, B into the plane ആണ്. അപ്പൊ V × B ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഫോഴ്സ് ഈ സർക്കുലർ പാത്തിന്റെ സെൻട്രിപീറ്റലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ സർക്കുലർ പാത്ത് കർവ് എടുക്കും. ക്ലിയർ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ അറ്റ് ആൻ ആംഗിൾ θ, ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും വെലോസിറ്റി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു θ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വെലോസിറ്റിയെ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന കോമ്പണന്റ് V cos θ ആണ്, ഈ കാണുന്ന കോമ്പണന്റ് V sin θ ആണ്. അതിൽ V cos θ ലീനിയർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും,
വി സൈൻ തീറ്റ സർക്കുലർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അവരുടെ കോമ്പിനേഷനെയാണ് ആ പാത്തിനെയാണ് നമ്മൾ ഹെലിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നത്. അത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ലോജിക് ഒന്ന് ഓർത്തിരിക്കുമല്ലോ. ഇത് മുഴുവൻ കാര്യമൊന്നും അറിയണ്ട ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് കേസ് പഠിച്ചില്ലേ, വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡൂടെ പാരലൽ ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി, അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഈ കോൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ വായിച്ചതാണ്. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത അത്രയും കോൺസെപ്റ്റ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ട, പക്ഷെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആൻ ഇലക്ട്രോൺ ഈസ് പ്രൊജക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആ സൈനുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസിയും വരുന്നില്ല. യൂണിഫോം വെലോസിറ്റി അലോങ് ദ ആക്സിസ് ഇൻസൈഡ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. അപ്പൊ നമുക്കറിയാം ഒരു സോളിനോയിഡ് ആണ്, ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആണ്. അപ്പൊ ഈ സോളിനോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. കറണ്ട് ക്യാരിങ് സോളിനോയിഡിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം B = μ0 Ni. ഇവിടെ നമുക്ക് ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയെന്നേ ഉള്ളൂ. N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മക്കളെ, ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡിന്റെ ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണെന്ന കാര്യം ഓർത്ത് വെക്കുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടാണ് ഇവൻ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്നതോട് ഓർത്ത് വെക്കുക. അത് ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം എന്താ, ഇവിടെ ചാർജ് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഒരു ചാർജ് ഈ ആക്സിസിൽ കൂടെ പോകുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലാണ്. ഈ കാണുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പാരലാണ്. അപ്പൊ എനിക്ക് പറയാം വെലോസിറ്റി വെക്ടറും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും പാരലായി എന്ന് വെച്ചാൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്ത കേസിൽ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു. F = എന്താ Q × V × B അല്ലെങ്കിൽ QVB sin θ, where θ is the angle between V and B. ഇവിടെ തീറ്റ എത്രയാണ് മക്കളെ? 0 ആണ്. ക്ലിയർ? അപ്പൊ തീറ്റ 0 ആണ്. അപ്പൊ സൈൻ 0 എത്രയാ? 0 ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാ? 0 ആയിട്ട് കിട്ടി. അതായത് ആ പോകുന്ന ചാർജ് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷനിലേക്ക് കണക്ട് ചെയ്യാം. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓൾറെഡി ഏത് മോഷൻ ആണോ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓൾറെഡി അത് യൂണിഫോം വെലോസിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺ വിൽ കണ്ടിന്യൂ ടു മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി അലോങ് ദി ആക്സിസ് ഓഫ് ദി സോളിനോയിഡ്. ഓപ്ഷൻ 2 എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ സൈനിനെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ചിനി ഒരു തീറ്റ ആംഗിളിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടുത്തെ ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കി ആ ചാർജിന്റെ നേച്ചർ മനസ്സിലാക്കി, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതേ ഡയറക്ഷനിലേക്ക് എടുക്കുകയും അല്ലെ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൺസിഡർ ചെയ്യുന്ന കുറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. നമ്മൾ വരും ക്വസ്റ്റ്യനിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചിരിക്കുക മക്കളെ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം മക്കളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.